ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 40 സീറ്റിൽ LDF ജയിക്കാൻ പോകുന്ന ഏതാണ് എന്നാദ്യം ഒന്ന് വ്യക്തമാക്കാൻ പറയാം. രണ്ടാമത്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വടംവലിയിൽ കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധപ്പതനത്തിലേക്കും തകർച്ചയിലേക്കും പോവുകയാണിപ്പോൾ. ഐക്യമാണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഈ വയനാട്ടിൽ ചേർന്ന അവരുടെ നേതൃത്വ യോഗത്തിൽ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവോ ഞാനില്ല എന്ന് രമേശ് ചെന്നിത്തലയോ പ്രഖ്യാപിക്കട്ടെ. എന്നാൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ അണികളെയും അവർക്ക് ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഈ കലക്കി ഈ മീൻ പിടിക്കുന്നൊരു ഏർപ്പാടിന് അതിലേക്കാണ് ഇപ്പം വേണുഗോപാൽ. ഈ രണ്ടെണ്ണത്തിനെയും തമ്മിലടിപ്പിക്കൂ. രമേശ് ചെന്നിത്തലയും ഒരു ഭാഗത്ത് നിർത്തും, ചെന്നിത്തലയെ ഒരു ഭാഗത്ത് നിർത്തി, അവസാനം സമവാക്യത്തിൽ വേണുഗോപാലാണ് ഏറ്റവും നല്ലത് എന്ന് ഹൈക്കമാൻഡിനെ കൊണ്ട് പറയിപ്പിച്ച് ആ നാടകം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാലാണല്ലോ ഈ പ്രശ്നം ഉണ്ടാവുക. വേണുഗോപാൽ മത്സരിക്കാനൊന്നും പോകുന്നില്ല. വേണുഗോപാൽ മത്സരിക്കാതെ മുഖ്യമന്ത്രിയാകാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് പേരെയും രണ്ട് ചേരിയിലാക്കി നശിപ്പിക്കും ആ കോൺഗ്രസിനെ. അഖിലേന്ത്യാ നേതാവ് വേണുഗോപാൽ അവസാനം ഇതായിരിക്കും കളിക്കുക. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100 സീറ്റോടുകൂടി അധികാരത്തിൽ വന്ന AK ആൻ്റണിയെ പുകച്ച് ചാടിച്ചു ഇവർ മുസ്ലിം ലീഗിനെ പിടിച്ചിട്ട്. ഓർമ്മ ഉണ്ടോ? അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, മതന്യൂനപക്ഷങ്ങൾ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷ വിഭാഗത്തെ അവഗണിക്കുന്നു എന്നൊരു തോന്നലുണ്ടാകാൻ പാടില്ല. മാത്രവുമല്ല, പല രൂപത്തിലും മതന്യൂനപക്ഷത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് ചില കാര്യങ്ങൾ സമ്മർദ്ദം ഉപയോഗിച്ച് നേടിയെടുക്കുന്നുണ്ട്. AK ആൻ്റണി പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. അദ്ദേഹത്തെ പുകച്ച് അടിച്ചു എന്ന് മാത്രമല്ല, എയർപോർട്ടിൽ വെച്ചാണ് രാജിക്കത്ത് എഴുതി വാങ്ങി. അതിൻ്റെ പിന്നിൽ ലീഗായിരുന്നു. ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു ചരിത്രം അത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവാണ് ഞാൻ എന്ന് രമേശ് ചെന്നിത്തല പാടി നടന്നതാണ്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹം എനിക്കുണ്ട്, മോഹമുണ്ട്, അത് തെറ്റല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അവസാനം നിയമസാമാജികന്മാരിൽ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലക്ക് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ചതിച്ചു. ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടു. അതിൻ്റെ പിന്നിലും ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാനീ പറയുന്നതൊന്നും ഒരു കളവുമല്ല. അവസാനം രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യം, പത്രക്കാരോട് പറഞ്ഞ കാര്യം, ഈ നാടകം ഇങ്ങനെ കളിക്കേണ്ടതുണ്ടായിരുന്നില്ലല്ലോ, എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇതൊരു നാടകം. മറ്റൊരു നാടകം, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഒരു വലിയ വിവാദമായൊരു പരാമർശം NSSൻ്റെ ജനറൽ സെക്രട്ടറി നടത്തിയിരുന്നു. താക്കോൽ സ്ഥാനം ഞങ്ങളുടെ സമുദായത്തിലുള്ള ഒരാൾക്ക് വേണമെന്ന്. അത് രമേശ് ചെന്നിത്തലയെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. ആ ഒറ്റ കാരണത്താൽ 1.5 വർഷം മന്ത്രിസ്ഥാനത്തേക്കുള്ള രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹം ഇല്ലാതായി. അവസാനം രമേശ് ചെന്നിത്തല പറഞ്ഞു, പത്രക്കാരോട് പറഞ്ഞു, എൻ്റെ വഴി ഞാൻ നോക്കാം, ഉമ്മൻചാണ്ടിൻ്റെ വഴി ഉമ്മൻചാണ്ടി നോക്കട്ടെ. അങ്ങനെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയ സമയത്താണ് അവസാനം അഭ്യന്തരം കൊടുത്തത്. ഓർമ്മ ഉണ്ടോ? ഓർമ്മയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.